പർദ്ദയിട്ട പ്രതിഷേധം. നമുക്കറിയാം, അമ്മ താരസംഘടനയിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതോടൊപ്പം തന്നെ നിർമ്മാതാക്കളുടെ സംഘടനയിലും തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അവിടെ ഇന്ന് വലിയ ഒരു പ്രതിഷേധം, ഒരു പ്രതീകാത്മക പ്രതിഷേധം നടന്നു. സാന്ദ്ര തോമസിന്റെ ഭാഗത്ത് നിന്നാണ് അതുണ്ടായത്. സാന്ദ്ര തോമസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള തീരുമാനമെടുത്തിരുന്നു. അതിലും വ്യത്യസ്തവും ഏറ്റവും ശ്രദ്ധേയമായതും അതിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ സാന്ദ്ര എത്തിയ വേഷമാണ്. പർദ്ദ ധരിച്ചുകൊണ്ടാണ് സാന്ദ്ര തോമസ് അവിടെ എത്തിയത്. നമുക്കറിയാം, ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള യുദ്ധം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് സാന്ദ്ര. ആ രീതിയിൽ അവർ മുന്നോട്ട് പോവുകയാണ്, നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ തന്നോട് അപമര്യാദയായി പെരുമാറി എന്ന വിഷയം ചൂണ്ടിക്കാട്ടിയാണ് അവർ നിയമ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ആ സാന്ദ്ര തോമസ് ആണ് ഇന്ന് പർദ്ദ ധരിച്ചുകൊണ്ട് നിർമ്മാതാക്കളുടെ സംഘടനയിലെ തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി എത്തിയത്. പുരുഷാധിപത്യത്തിനെതിരായ പോരാട്ടമാണ് സാന്ദ്ര തോമസ് നടത്തുന്നതെന്ന് നമുക്കറിയാം. സാന്ദ്ര മത്സരിക്കാനുള്ള കാരണമായി പറയുന്നത് ഇതാരുടെയും കുത്തകയല്ല, ഈ സംഘടന പലരും കുത്തകയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരെ പോരാടണം, ഇതാരുടെയും കുത്തകയല്ല എന്ന് തെളിയിക്കണം. അതിനുവേണ്ടിയാണ് തന്റെ മത്സരം എന്നത് സാന്ദ്ര തോമസ് പറയുന്നു. അതാണ് മത്സരിക്കാനുള്ള കാരണം. എന്തുകൊണ്ട് പർദ്ദ എന്ന വേഷം എന്ന് ചോദിക്കുമ്പോൾ സാന്ദ്ര പറയുന്നത് തനിക്കൊരു നീതിയും കിട്ടാത്ത ഇടമാണ്, തന്നെ അധിക്ഷേപിച്ചവരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ വരാൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വേഷം പർദ്ദയാണ്, അതുകൊണ്ടാണ് താൻ പർദ്ദ ധരിച്ച് എത്തിയത് എന്നതാണ് സാന്ദ്ര തോമസ് പറയുന്നത്. സാന്ദ്രയുടെ പ്രതികരണം കേൾക്കാം. മാറിക്കൊടുക്കാൻ തയ്യാറാവണം. അവര് എന്നും ഈ കസേര കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ശരിയായ കാര്യമല്ലല്ലോ. ആളുകൾ മാറി വന്നെങ്കിൽ മാത്രമേ പുരോഗതി ഉണ്ടാവുള്ളൂ. ഇപ്പം ഞാൻ തന്നെ ഈ അസോസിയേഷനിൽ ഈ പ്രാവശ്യം പ്രസിഡന്റായി ജയിക്കുകയാണെങ്കിൽ അടുത്ത ടേമിൽ ഞാൻ ഇരിക്കില്ല. ഞാൻ മാറിക്കൊടുക്കണം. പുതിയ ആളുകൾക്ക് അവരുടെ പൊട്ടൻഷ്യൽ കാണിക്കാൻ അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. അതിന് സമ്മതിക്കാതെ വർഷങ്ങളായിട്ട് 10-15 പേര്, ഇപ്പം ഹേമ കമ്മിറ്റിയിൽ പറയുന്ന പോലെ, ഒരു പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്ന പോലെ 10-15 പേര് അടക്കി വാഴുന്ന ഒരു അസോസിയേഷനാണിത്. ഞാൻ ഒരു ഗൗരവകരമായ ഒരു കുറ്റം ആരോപിച്ചിട്ട് അത് പോലീസ് കുറ്റപത്രം കൊടുത്ത് കോടതിയിലിരിക്കുന്ന പ്രതികൾ 4 പേരെ പ്രതികളാക്കി പോലീസ് കുറ്റപത്രം കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് പോലും അവരിവിടെ ഭരണാധികാരികളായി തുടരുകയും മാത്രവുമല്ല അടുത്ത ടേമിലേക്ക് ഇവർ തന്നെ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ആയിട്ട് മത്സരിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ പ്രതിഷേധത്തിൻ്റെ ഭാഗവും കൂടി ആയിട്ടാണ് ഞാനിത് ഈ വസ്ത്രം ധരിച്ചിരിക്കുന്നത്. കൂടാതെ ഈ അസോസിയേഷനിൽ ഇപ്പോഴത്തെ ഭാരവാഹികളിരിക്കുന്ന ഈ അസോസിയേഷനിൽ വരാൻ ഏറ്റവും ഉചിതമായ വസ്ത്രം ഇത് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ കുത്തകയാക്കി വെച്ചിരിക്കുകയാണ് ചിലർ സ്ഥാനമാനങ്ങൾ. അപ്പോൾ അതിനെതിരെയുള്ള പോരാട്ടമാണ് തൻ്റേതെന്ന് സാന്ദ്ര തോമസ് പറയുകയാണ്. തനിക്ക് അധിക്ഷേപകരമായ പരാമർശങ്ങൾ നേരിടേണ്ടി വന്നു. അതിൽ ഒരു നടപടിയും സംഘടനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. മാത്രവുമല്ല, പരസ്യമായ അധിക്ഷേപം വീണ്ടും നേരിടേണ്ടി വരുന്ന സാഹചര്യമാണ് അതുമായി ബന്ധപ്പെട്ടുണ്ടായത്. അതുകൊണ്ട് പർദ്ദ ധരിച്ചു വരുന്നു എന്നതാണ് സാന്ദ്ര ചൂണ്ടിക്കാട്ടുന്നത്. ഇനി താൻ മത്സരിച്ച് ജയിക്കുകയാണെങ്കിൽ അടുത്ത ടേം എന്തായാലും താൻ അവിടെ ഉണ്ടാകില്ല എന്നുകൂടി സാന്ദ്ര തോമസ് പറയുകയാണ്. വലിയ രീതിയിലുള്ള പരിഹാസമാണ് ഇതിനെതിരെ ലിസ്റ്റിനുൾപ്പെടെയുള്ള നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. സാന്ദ്രയുടെ വേഷം കെട്ടാണ് ഈ പർദ്ദ ധരിച്ചെത്തിയ നടപടി എന്നതുൾപ്പെടെയുള്ള പരാമർശങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഈ ചാർലി ചാപ്ലിൻ സിനിമയിൽ പോലും അത്രയും വലിയ കോമഡി ഇല്ല. അതുകൊണ്ട് ഒരു കോമഡി ആയിട്ടാണ് എനിക്കത് തോന്നിയിരിക്കുന്നത്. അത്രയും സുരക്ഷിതമില്ലാത്ത ഒരിടമായി സാന്ദ്ര പ്രൊഡ്യൂസർ അസോസിയേഷനെ കൽപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന് നമുക്കൊന്നും പറയാത്തില്ല. സാന്ദ്ര ക്രിക്കറ്റ് കളിയുടെ ഡ്രസ് ഇടുവോ, ഫുട്ബോൾ കളിക്കുന്ന ഡ്രസ് ഇടുവോ, അല്ലെങ്കിൽ പർദ്ദ ഇടുവോ, ജീൻസും ഷർട്ടും ഇടുവോ, അത് അയാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. ഒരിടത്ത് പോകുമ്പോൾ എന്ത് ടൈപ്പ് ഓഫ് ഡ്രസ് ഇടണം എന്നുള്ളത് അതിനെപ്പറ്റി നമുക്ക് പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല. വലിയ പരിഹാസമാണ് ലിസ്റ്റിന്റെ വാക്കുകളിലുള്ളത് എന്ന് നമുക്കത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും. ഇതിനെതിരെയും സാന്ദ്ര പ്രതികരണവുമായി എത്തി. നമ്മൾ രാവിലെ ഈ വിഷയം ഉണ്ടായപ്പോൾ തന്നെ ഇത് ന്യൂസ് ട്രെൻഡ്സിൽ ചർച്ചയ്ക്കെടുത്തിരുന്നു. അപ്പോൾ രണ്ടുപേരെയും, സാന്ദ്രയെയും ലിസ്റ്റിനെയും വിളിച്ചിരുന്നു, സംസാരിച്ചിരുന്നു അവരോട്. അപ്പോൾ ലിസ്റ്റിൻ ഉയർത്തിയ ഈ പരിഹാസത്തിന് വലിയ രീതിയിലുള്ള മറുപടിയാണ് സാന്ദ്രയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കുര്യൻ എന്ന് പറഞ്ഞൊരു നിർമ്മാതാവ് കൂടിയുണ്ട്. കാര്യം അവർക്കുണ്ടായ ഒരു മോശ അനുഭവം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ഈ ലിസ്റ്റിൻ സ്റ്റീഫൻ ഇരിക്കുന്ന ഒരു സഭയിൽ വെച്ച് പറഞ്ഞപ്പോ ലിസ്റ്റിൻ അവരെ കളിയാക്കിക്കൊണ്ടാണ് തിരിച്ചു പ്രതികരിച്ചത്. എന്റെ ഒപ്പം ഷീല കുര്യൻ ഉണ്ട്, നിർമ്മാതാവാണ്, ഞാൻ കൊടുക്കാം. ഷീല കുര്യനാണ്. അതായത് അന്നത്തെ കമ്മിറ്റിയിൽ ഞാൻ ഈ പ്രശ്നം പറയണമെന്ന് വിചാരിച്ചിട്ടില്ല, പക്ഷെ സാഹചര്യങ്ങളുടെ
എന്താ സമ്മർദ്ദത്താൽ എനിക്കത് പറയേണ്ടി വന്നു, ഇവരുടെ മുന്നിൽ അവതരിപ്പിക്കേണ്ടി വന്നു എനിക്ക് ഉണ്ടായ ഒരു ദുരനുഭവത്തെ കുറിച്ച്. പക്ഷെ ആ സമയത്ത് ലിസ്റ്റ് വളരെ പരിഹാസത്തോടെ ഇപ്പൊ നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക് ഒരാൾ അന്നത് ബാഡ് ടച്ച് അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മളോട് പെരുമാറി കഴിഞ്ഞാൽ അത് നമ്മുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിശോധിക്കുകയാണ്. നമ്മൾ കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരാൾ നമ്മളെ തൊടുകയാണെന്നുണ്ടെങ്കിൽ അതായത് നമ്മുടെ കുക്കിംഗ് പരിശോധിക്കുകയാണ്. ഏത് അവസ്ഥയിലും നമ്മളത് കുക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുമെന്നാണോ ഇദ്ദേഹം വിചാരിച്ചിരിക്കുന്നത്? എനിക്കത് വല്ലാതെ ഫീൽ ചെയ്തു. കാരണം പരിഹാസം ഒരു പെണ്ണിനെ ഒരിക്കലും പരിഹസിക്കാൻ പാടില്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ അതിന്റെ വിഷമം മനസ്സിലാവത്തുള്ളൂ. അതായത് എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു കമ്മിറ്റി കൂടുമ്പോ ഒരാൾ ഒരു കാര്യം പറയുമായിരിക്കും. അപ്പൊ അതിന്റെ അകത്ത് നമ്മൾ വളരെ ലൈറ്റ് ആയിട്ട് ചിലപ്പോ ഒരു ഹ്യൂമർ രീതിയിൽ നമ്മൾ ചില കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുമായിരിക്കുമല്ലോ. അപ്പൊ അതായത് ഒരാളെ എന്താ പറയുക കളിയാക്കാൻ വേണ്ടിയിട്ടോ അങ്ങനത്തെ ഉള്ള ഇതല്ല. അന്നേരം തന്നെ റെസ്പോണ്ട് ചെയ്താണ് ലിസ്റ്റിൻ കള്ളത്തരം പറയരുത്. അന്ന് തന്നെ ഞാൻ ലിസ്റ്റിനോട് വളരെ രൂക്ഷമായി തന്നെ പ്രതികരിച്ചതാണ്. ഇത് ശരിയായ ഇങ്ങനെയല്ല ഒരാള് ഒരു കംപ്ലൈന്റ് പറയുമ്പോൾ, ഒരു വിഷമം പറയുമ്പോൾ ഇങ്ങനെയല്ല പ്രതികരിക്കേണ്ടതെന്ന് അന്ന് ഞാൻ ലിസ്റ്റിന്റെ മുഖത്ത് നോക്കി ചോദിച്ചപ്പോൾ ലിസ്റ്റിൻ എന്നോട് പറഞ്ഞ മറുപടി, നമുക്ക് ഇങ്ങനെയുള്ള ആളുകളാണ് അസോസിയേഷന്റെ പൊസിഷനിലേക്ക് ഇവിടുത്തെ ഇങ്ങനെ തിരിച്ചു ചോദിക്കുന്ന ആളുകളും ഇവിടെ വരണം എന്ന് ലിസ്റ്റിൻ എന്ന വ്യക്തി തന്നെ എന്നോട് എല്ലാവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞതാണ്. ലിസ്റ്റിൻ അന്ന് ആ ചേച്ചിയോട്, ഷീല ചേച്ചിയോട് പറഞ്ഞ വാക്ക് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പറഞ്ഞത് നിങ്ങളുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരീക്ഷിച്ചതായിരിക്കും ആ വ്യക്തി എന്നുള്ളതാണ് പറഞ്ഞത്. ഇത്രയും മോശമായിട്ട് ഒരു സ്ത്രീയോട് കമന്റ് ചെയ്യുന്നത് ലിസ്റ്റിനല്ലാതെ വേറൊരു വ്യക്തി ഉണ്ടാവില്ല. അത് തമാശയാണെന്ന് പറയാനായിട്ട് ഒരു അസോസിയേഷന്റെ ട്രഷററായിട്ടിരിക്കുന്ന ലിസ്റ്റിന് എങ്ങനെ തോന്നി എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ആ ഒരു സ്ഥാനത്തിരിക്കാൻ താങ്കൾ യോഗ്യനല്ല. ലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ലിസ്റ്റിന് അമ്മയും പെങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ പറയില്ല. എന്നെ മറ്റൊരു പ്രൊഡ്യൂസർ എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചിരുന്നു, ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ എന്നോട് മോശമായി പെരുമാറി, ഞാൻ എങ്ങനെയാണ് വീട് വരെ എത്തിയതെന്ന് എനിക്ക് അറിയില്ല, ഞാൻ ഇറക്കിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവർക്കുണ്ടായ ഒരു ദുരനുഭവം വളരെ വിഷമത്തോടു കൂടി പറയുമ്പോ ലിസ്റ്റിനത് ചേച്ചിയുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരീക്ഷിച്ചതായിരിക്കും എന്ന് പറഞ്ഞ് ലൈറ്റാക്കി അതൊരു തമാശയാക്കി വിടാൻ ലിസ്റ്റിന് എങ്ങനെ മനസ്സിലാവും? നമ്മളൊരു സഭയില് ഇരുന്നൊരു കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ അന്ന് എന്തൊക്കെയോ ആരൊക്കെയോ കുറച്ച് ദേഷ്യപ്പെടുകയോ ഏതാണ്ടൊക്കെ ചെയ്തു. അത് സാന്ദ്രിക വളരെ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. ഒരു സംഘടനയായിട്ട് നിൽക്കുമ്പോൾ കുറെ ആൾക്കാരുള്ളപ്പോൾ നമ്മൾ അതിനെ ഒരു ഡിപ്ലോമസിയിലൂടെയും കൂടെ ഹാൻഡിൽ ചെയ്യാന്നുള്ളതാണ് ഞാൻ പഠിച്ചേക്കുന്നത്. ഇപ്പൊ എല്ലാവരും ഡിപ്ലോമസി ആണോന്ന് എനിക്ക് അറിയത്തില്ല. ലിസ്റ്റിനെ ഡിപ്ലോമസി പഠിപ്പിച്ച സ്കൂള് പൂട്ടേണ്ട സമയമായി. ലിസ്റ്റിനെ പറയേണ്ട സ്ഥലത്ത് പറയാനായിട്ട് ആദ്യം പഠിക്കണം. ഈ ഹേമ കമ്മിറ്റി വന്നതിന് ശേഷം ഇവിടെ നമുക്ക് ആസ് പ്രൊഡ്യൂസേഴ്സ് നമുക്ക് ഇവിടെ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് അന്ന് ഡിസ്കസ് ചെയ്തപ്പോ തന്നെ ഈവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമുക്ക് അതിന്റെ അകത്ത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്, ഉൾക്കൊള്ളാൻ പറ്റാത്തതുണ്ട്. അത് ഡിസ്കഷനിലൂടെ പോയിട്ട് ഉൾക്കൊണ്ട കാര്യങ്ങളിൽ നിങ്ങൾ നടപ്പാക്കിയ കാര്യം പറയുക. അല്ല, അതാണ് അത് വേറെ കമ്മിറ്റികൾ ഇപ്പൊ ഈവൻ കൂടി നടപ്പാക്കാൻ വേണ്ടിയിട്ട് വേറെ സംഘടനകളുമായിട്ടൊക്കെ സംസാരിച്ചിട്ട് കൂടിയല്ലേ ചെയ്യാൻ പറ്റില്ല. അല്ലാണ്ട് നമുക്ക് മാത്രമല്ല ചെയ്യാൻ പറ്റുന്നത്. അടുത്ത ടേമിൽ അടുത്ത ഭാരവാഹികൾ വരണോ അത് നടത്താനായിട്ട്? അങ്ങനെയല്ല. അതിന് നിങ്ങൾ ഈ 2 വർഷം നിങ്ങൾ അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്തു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ട് 1 വർഷം കഴിഞ്ഞു. ഈ ഓഗസ്റ്റിൽ 1 വർഷം ആവുകയാണ്. നിങ്ങൾ അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്തു? നിർമ്മാതാക്കളുടെ സംഘടനകളുടെ വീഴ്ചകൾ എണ്ണി പറയുകയായിരുന്നു സാന്ദ്ര തോമസ്. എന്തായാലും ഒരു ചാനൽ ചർച്ച എന്ന കാര്യം പോലും മറന്നുകൊണ്ടുള്ള ഏറ്റുമുട്ടലാണ് ഇരുവരും തമ്മിൽ ഇന്ന് സംഭവിച്ചത്.